മാത്രമല്ല ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. അഭിപ്രായം പറയുക എന്നുള്ളത് ഇവരൊക്കെ ഈ പറയുന്ന ആളുകൾ, പിന്നെ ചില ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ സ്ഥിരമായി നാഴികക്ക് 40 വട്ടം, ആഴ്ചയിൽ 7 ദിവസവും, ദിവസം 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നിനക്കത് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞു കണ്ട് BGM ഇടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇവിടെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ കുതൂഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം ഇടയ്ക്ക് കടന്നു വന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള ബഹുമാനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം വന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഇതേ സാംസ്കാരിക നായകന്മാർ അവർ ചാനലിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു വാചകം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ഈ വിഷയത്തിലല്ല, ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ വേറെ നിലപാടാണ്, ആ വിഷയത്തിൽ വേറെ നിലപാടാണ്. ആ വിഷയത്തിലുള്ള നിലപാട് ആദ്യം കേട്ടുള്ളൂ. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയില്ല, അദ്ദേഹം കഠിനമായി അധ്വാനിക്കുമെന്നും സിസ്റ്റത്തിനനുസരിച്ചാണെങ്കിൽ ആ ഡോക്ടർ പുറത്തേക്ക് പറയാൻ പാടില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നാണല്ലോ പ്രശ്നമായത്. സ്മൃതി, ഇത് ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ? അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്നും വേണ്ടാത്ത ഒരാളല്ല അദ്ദേഹം. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കിയത് ഈ വിഷയത്തിലല്ല കേട്ടോ. ഈ വിഷയത്തിൽ ഈ ലോജിക്ക് ഒന്നും ബാധകമല്ല. ഇതൊന്നും പറയാനേ പാടില്ല. ഇത് ജനാധിപത്യമല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യം അവിടെ മുടക്ക് വെക്കുക, അതൊന്നും ഇവിടെ പാടില്ല. അപ്പോൾ എന്നാൽ മറ്റേ വിഷയത്തിൽ ഈ ലോജിക്കല്ല കേട്ടോ, വേറെ ലോജിക്കുണ്ട്. ഇത് ഇതേ ശബ്ദത്തിൽ ഇതേ റൂമിൽ ഇരുന്നിട്ട് ഇതേ ചാനലിൽ പറയുമ്പോൾ അതിന് രസമുണ്ട്, അത് കേട്ടോളൂ. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അപേക്ഷ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അപരാധം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല. അപരാധം എന്താ അറിയോ? മറുഭാഗത്തിന് അവരിപ്പോൾ പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ, അതുകൂടി നമ്മൾ കേൾക്കണം, ചർച്ച ചെയ്യണം. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അപരാധം. അവിടെ അത് അപരാധവും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പുറത്തോ ഇത് ജനാധിപത്യമല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇത്തരക്കാരായ ആളുകൾ, ഞാൻ ആ വ്യക്തികളെയല്ല പറയുന്നത്, പ്രത്യേകിച്ചും അത്തരക്കാരായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നാം അറിയാതെയെങ്കിലും അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എത്തണം.